ഇന്ന് നമുക്ക് ഫുൾ ഡേ ആണ്. ബാക്കും ബൈസെപ്സ് കളിക്കാനുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി പ്രീ വർക്കൗട്ട് ഒരു പായം കഴിച്ച് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫുൾ ഡേ ആണ്. ഫസ്റ്റ് ടൈം എടുക്കാൻ പോണത് ഫുൾ ഓൺ ട്രിപ്പാണ്. അതൊക്കെ ഫുള്ളപ്പ് ഒരു വാമായി ഫസ്റ്റ് പറയാണത്. ഫസ്റ്റ് നമ്മൾ മാക്സിമം വെയിറ്റ് കാണാൻ നമ്മൾ ജസ്റ്റ് ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത് നോക്കി. അതിന് ശേഷം നമ്മൾ വെയിറ്റ് കുറച്ച് കാണും 3 സെറ്റ് ഫെയിലർ വരെ എടുത്തു. ഒരു 8 to 12 റെപ്സിനുള്ളിൽ ഫെയിലർ വരുന്ന ആ ഒരു വെയിറ്റ് ആണ് ചൂസ് ചെയ്ത് നമ്മൾ. ഇതാണ് നമ്മൾ വർക്കൗട്ട് പാർട്ട്ണർ. നമ്മൾ വീഡിയോസ് മൂപ്പരാണ് എടുത്ത് തരുന്നത്. ഈ ജിമ്മിന്റെ ഓണറാണ്. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത് ബാർബിൾ ആണ്. ബാർബിൾ നമ്മൾ അണ്ടർ ഹാൻഡ് ഗ്രിപ്പും ചെയ്യും, അതുപോലെ തന്നെ നോർമൽ ഗ്രിപ്പും ചെയ്യും. അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് മോസ്റ്റ് ക്ലോസ് ആയി പിടിക്കും, നോർമൽ ഗ്രിപ്പ് മോസ്റ്റ് വൈഡ് ആയി പിടിക്കും. ഇതൊരു ഹെവി വെയിറ്റ് ആണ്. അതുകൊണ്ട് ഫോം നമ്മൾ അധികം കറക്റ്റ് ഫോമിലാണ് ചെയ്യുന്നത്. കുറച്ച് ഹെവി ലിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഫോം നോക്കാം, നമുക്ക് മാക്സിമം ലോഡ് കൊടുക്കാൻ നോക്കും. ചെയ്യാം. നമുക്ക് കളി വെക്കും. ചെസ്റ്റ് നോക്കിയിട്ട് ഫ്രണ്ട് ക്ലീൻ ചെയ്യാം. ആദ്യം ക്ലോസ് ഗ്രിപ്പ്, അപ്പൊ തന്നെ നമ്മള് ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുത്താണ്ട് വഴി ഗ്രിപ്പും ചെയ്യും. ഓക്കെ, വഴി ഗ്രിപ്പ് അപ്പർ ബാക്ക് ബോക്സ് ചെയ്തിട്ടാണ് ചെയ്യാം. ഫുൾ ബാക്ക് ലോഡേ കിട്ടും. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു മെഷീനാണ്. ലോറോ പറയും. ഇത് കൂടുതൽ പേര് ചെയ്യുന്നതാണ്. ഞാൻ ചേർന്ന് ഇരുന്നാണ്ട് ഞാൻ പിടിച്ചിട്ട് വെറുതെ വലിക്കും. അത് വലിക്കണം ലാക്സിനല്ല പോവാം. ഒരു ജസ്റ്റ് ഞാൻ ഷോൾഡർ നോക്കിയിട്ടാ ഈ ലെൽക്ക വലിക്കും. ശരിക്കും കളിക്കാൻ നമ്മൾ ലാക്സിനാണ്. അപ്പോൾ ലാക്സിന് കിട്ടുന്ന നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡർ താഴ്ത്തിയിട്ട് ചെസ്റ്റ് പൊക്കിയിട്ടാണ് വലിക്കാൻ. അതുപോലെ വേറെ സംഭവം ബാക്കൊക്കെ എടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ലാക്സ് ആക്റ്റീവ് ആവുള്ളൂ. ശരിക്കും ചെയ്യാൻ നോക്കാം. പിടിക്കും, താഴത്ത് ലാക്സിന് താഴത്ത് പിടിക്കും, ചെസ്റ്റ് പൊക്കും, ബാക്കിൽ നിന്നിട്ട് ഫുൾ സ്ട്രെച്ച് ഫുള്ള് വിടുക. അപ്പോൾ ലാസ്റ്റിലെ കളിയാണ്, ബാക്കിൻ്റെ ലാസ്റ്റ് കളിയാണ്. ഫുള്ളോറാണ് ചെയ്യാൻ പോണത്. ക്യാബിളിൽ ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ഇതവർക്ക് കൈമുട്ട് ബാക്കിക്ക് പോകണം. നമുക്ക് ആ ഫുൾ സ്ക്വീസ് ഇട്ടുള്ളൂ. ബാക്ക് ഫുൾ കഴിഞ്ഞു. നമുക്ക് ചെയ്യുമ്പോൾ സൂപ്പർ സെറ്റ് നമുക്ക് ലോവർ ബാക്ക് കൊടുക്കാണ്ട്. ലോവർ ബാക്ക് നമ്മൾ ഹൈ ഫ്ലെക്സേഷൻ ചെയ്യാൻ പോണത്. ലോക്ക് ചെയ്യും, പെയർ വെച്ചിട്ട് മാക്സിമം താവും. ഹോൾഡ് ചെയ്യുക, മെല്ലെ വിടുക. ഹോൾഡ് ചെയ്യുക, മെല്ലെ വിടുക. ഫുള്ളിനെ നമ്മൾ ഷോൾഡറിന്റെ റെഡിന് അതേപോലെ തന്നെ ട്രാപ്സിന് കളിക്കും. അപ്പോൾ ഇത് അതിൻ്റെ കളിയാണ്. ഫ്രണ്ട് ക്ലീൻ ചെയ്യുക, താഴ്ത്തി വെക്കുക, ഫുള്ള് സ്ട്രെച്ച്, ബുക്ക് ഹോൾഡ് ചെയ്യുക, നല്ല വിടുക, നല്ല വിടുക. സൂപ്പർ അടിക്കാണ്ട് ഇതിന് രണ്ടമ്പ എടുക്കുക, രണ്ടൊക്കെ ക്ലീൻ ചെയ്യുക, വെച്ചിട്ട് നമ്മൾ പോസ് ചെയ്ത് നോക്കാം.
നമ്മൾ ബാക്ക് കഴിഞ്ഞു. അതുപോലെ നമ്മൾ ട്രാപ്സിനും കളിച്ചു, ആഡ്രിറ്റിനും കളിച്ചു. നമുക്ക് ബാക്കിയുള്ളത് ബൈസെപ്സ് ആണ്. ബൈസെപ്സിന് ഫസ്റ്റ് ചെയ്യാൻ നമ്മൾ ഹാമർ കർവാണ്. വെയിറ്റ് എടുത്തു, ഫുൾ സ്ട്രെച്ച്, ഫുൾ സ്ക്വീസ് ചെയ്യാം. ഞാൻ എപ്പോഴേ യൂസ് ചെയ്യുള്ളൂ, ആവശ്യം മാത്രം. അപ്പൊ ഒരു വെയിറ്റ് കുറച്ചുകൊണ്ട് വീണ്ടും ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഫുള്ള് കറക്റ്റ് ഫോമിൽ ചെയ്യും. ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നമ്മൾ ചെറിയ മൊമെന്റ് യൂസ് ചെയ്താണ്ട് ചെയ്യും. സ്കിന്നി ആംസ്. ഇപ്പോൾ ട്രൈസെപ്സ് ആകുമ്പോൾ ആംസിന്റെ കൂടുതൽ സൈസ് ആണത്. അതായത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പകുതിയെക്കാട്ടിലും കൂടുതൽ ട്രൈസെപ്സ് ആണ്. ബൈസെപ്സ് വളരെ കുറവാണ്. പക്ഷെ ബൈസെപ്സ് വേണം, ബൈസെപ്സ് ഇല്ലാക്കാൻ വേണ്ട, രണ്ടും വേണം. അതുകൊണ്ട് ബൈസെപ്സ് രണ്ടാമത്തെ കളിയിൽ പോകുന്നത് കോൺസെൻട്രേഷനുകളാണ്. ഇപ്പോൾ കോൺസെൻട്രേഷനുകൾ കഴിയുമ്പോൾ വലിയ വെയിറ്റ് ആവശ്യമില്ല, ചെറിയ വെയിറ്റ് മതി. പക്ഷേ നമുക്ക് മാക്സിമം ഒരു സ്ക്വീസും ഫുൾ സ്ട്രെച്ചും വേണം. അതായത് ഫുള്ള് ഇറക്കി വേണം. അത് പൊക്കുമ്പോൾ ഫുൾ സ്ക്വീസ് എല്ലാം ഫുള്ള് വിടുക, പൊക്ക ഹോൾഡ് ചെയ്യുക, ഫുള്ള് വിടുക. അപ്പോൾ കയ്യാതാകുമ്പോൾ ഈ സപ്പോർട്ട് എടുക്കുക, മെല്ലെ വിടുക. ഇതുപോലെ ചെയ്യുക. അപ്പോൾ അപ്പോൾ സ്പീഡ് നല്ലതാണ്. നമുക്ക് ആ ഒരു ഫ്ലെക്സ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ബൈസും കഴിഞ്ഞു. ഇനി 4 ആംസ് ബാക്കിയുണ്ട്. 4 ആംസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്കേഴ്സ് ആണ്. ബെഞ്ച് വെക്കും, ബെഞ്ചിൽ കൈ കയറ്റി വെക്കും, എന്നിട്ട് ഫുള്ള് വിടുക, ഒക്കെ ഹോൾഡ് ചെയ്യുക, ഫുള്ള് വിടുക, ഹോൾഡ് ചെയ്യുക. കറക്റ്റ് ഫീൽ ചെയ്ത് ചെയ്യുക. കറക്റ്റ് 4 ആംസിനോട് ചെയ്യണമെന്നില്ല കാര്യം ഉറപ്പ് വരുത്തിയിട്ട് കറക്റ്റ് ഫീൽ ചെയ്താണ് ചെയ്യുക. ആ ടെൻഷൻ കിട്ടുന്നുണ്ടോ കറക്റ്റ് നോക്കുക. ഫുൾ വർക്കൗട്ട് കഴിഞ്ഞു. ബൈസ് ഇങ്ങനെ കളിച്ചതിന് മുമ്പാണ് നമ്മൾ ബൈസ് കളിച്ചു, അതുപോലെ തന്നെ ഷോൾഡറിന്റെ സൈഡിൽ കളിച്ചു, ലാപ്സ് കളിച്ചു, പിന്നെ ബാക്കും കളിച്ചു. പമ്പോ ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നലെ നമ്മൾ ഫുഡ് ചെയ്തതിന് കമ്മി ഇനി, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറഞ്ഞിരിക്കണേ. 64, 63 വരെ എത്തിനി. ഫാറ്റും കുറെ കട്ടായ പോലെ ഉണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, മസിൽസ് ഒക്കെ പമ്പാണ്. ഫാറ്റ് കുറവ് തന്നെയാണ്. അതായത് നമുക്ക് ആ ഒരു ആപ്സ് ഇപ്പോഴും കേട്ടോ ആ ലെവലിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ ബൈസും അതേപോലെ തന്നെ ബാക്കുമാണ് കളിച്ചത്. ബാക്ക് അടിച്ച് നല്ല രീതിയിൽ ലോഡ് ആയിക്കണേ. അപ്പോൾ ബൈസും സെറ്റാണ്. ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക. പോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് പോസ് ചെയ്ത് നോക്കണം. നമ്മൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ഇല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിങ് ചെയ്ത് നോക്കണം. അപ്പോഴേ നമുക്ക് ആ മസിൽസിൻ്റെ ആ ഒരു കണ്ടീഷനിങ് കറക്റ്റായി അറിയാൻ പറ്റുള്ളൂ. അതുപോലെ കോമ്പിനേഷനും പോസിങ് മസ്റ്റാണ്.